ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CSET-നെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ, അതുപോലെ തന്നെ CSET എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസുമാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, CSET എന്ന് വെച്ചാൽ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. CS പ്രൊഫഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷനാണ് CSET. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമാണ് CSET. 120 മിനിറ്റ്സ് 200 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിനുള്ളത്. 4 പാർട്സ് ആയിട്ടാണ് സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്, ഇക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്, കറണ്ട് അഫയേഴ്സ്. 12th പാസ്സായ എല്ലാ കാൻഡിഡേറ്റ്സിനും CSET എക്സാം എഴുതാവുന്നതാണ്. 40% ഓഫ് മാർക്സ് ഇൻ ഈച്ച് പേപ്പർ ആൻഡ് 50% ഓഫ് മാർക്സ് ഇൻ അഗ്രിഗേറ്റ് എടുക്കുകയാണെങ്കിൽ CSET എക്സാം പാസ്സാവുന്നതാണ്. CS പ്രൊഫഷൻ്റെ സെക്കൻഡ് സ്റ്റേജായ CS എക്സിക്യൂട്ടീവിൽ എൻ്റർ ആവണമെങ്കിൽ CSET എക്സാം പാസ്സായിരിക്കണം. വർഷത്തിൽ 4 പ്രാവശ്യമാണ് CSET എക്സാം കണ്ടക്ട് ചെയ്യുന്നത്: ജനുവരി, മെയ്, ജൂലൈ ആൻഡ് നവംബർ. നെക്സ്റ്റ് നമുക്ക് CSET എക്സാം രജിസ്ട്രേഷൻ്റെ ഫുൾ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ICSIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.icsi.edu എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് ഓപ്പൺ ചെയ്തു വരുന്ന പേജ് ആയിരിക്കും ICSIയുടെ ഒഫീഷ്യൽ ഹോം പേജ്. അവിടെ ഓൺലൈൻ സർവീസസിൽ രജിസ്റ്റർ ഫോർ CSET ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, റിക്വയർഡ് ആയിട്ടുള്ള ബോക്സസ് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. തേർഡ് പേജ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ളൊരു പേജ് ആയിരിക്കും. അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, റെസിഡൻഷ്യൽ അഡ്രസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഒരു യൂണിക് റിക്വസ്റ്റ് ID ജനറേറ്റ് ചെയ്യും. അത് ഫർദർ റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ്, ഫീസ് ഡീറ്റെയിൽസ് ആണ്. CSETക്ക് 1000 rupees ആണ് ഫീസ്. അത് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഡോക്യുമെൻ്റ് അപ്ലോഡ് ആണ്. ID പ്രൂഫ്, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഫോട്ടോ റിക്വയർഡ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം ഒരു ട്രാൻസാക്ഷൻ ID ജനറേറ്റ് ചെയ്യും. അതിനു മുമ്പ് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യണം. ഏത് രീതിയിലാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. ഒരു ട്രാൻസാക്ഷൻ ID ജനറേറ്റ് ചെയ്യും. അതും ഫർദർ റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിലിൽ അല്ലെങ്കിൽ മെസ്സേജിൽ ഒരു കൺഫേം മെസ്സേജ് വരുന്നതായിരിക്കും. അതും ഫർദർ റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് CSET എക്സാമിൻ്റെ ഫുൾ രജിസ്ട്രേഷൻ പ്രോസസ്സ്.